എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ കോലത്തിൽ മദ്യമൊഴിച്ചു കത്തിച്ച ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധം. ബാറുകളുടെ പ്രവൃത്തി സമയം ദീർഘിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് പാലക്കാട് നഗരത്തിൽ പ്രകടനം നടത്തിയ പ്രവർത്തകർ മന്ത്രിയുടെ കോലം മദ്യമൊഴിച്ചു കത്തിച്ചത്. അവിടെ നിർത്തിയില്ലേ അപ്പുറത്തേക്ക് കമ്മി ബാർ മുതലാളിമാരും എക്സൈസ് മന്ത്രി രാജേഷും തമ്മിലുള്ള കോഴ ഇടപാടാണ് ബാറുകളുടെ പ്രവൃത്തി സമയം ദീർഘിപ്പിച്ചതിന് പിന്നിലെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞു. ബാറുകളുടെ എണ്ണം നിരന്തരമായി വർദ്ധിപ്പിച്ചു. ഇന്ന് ആ ബാറുകളുടെ വിൽപ്പനയുടെ സമയവും വർദ്ധിപ്പിച്ചു. അവസാനം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നോക്കി ബാറുകളുടെ സമയം 12 മണി വരെ നീട്ടുക എന്നുള്ള ഈ ഗവൺമെന്റിന്റെ തീരുമാനം തീർത്തും പ്രതിഷേധമാണ്. പെട്ടിക്കട തുറക്കുന്നത് പോലെ ലാഘവത്തോടുകൂടി ബാറുകളുടെ തുറന്നു കൊടുക്കുകയും അവർക്ക് ദീർഘിപ്പിച്ചുള്ള സമയം കൊടുക്കുകയും ചെയ്യുന്നതിൽ അഴിമതിയുണ്ട്. ഞാൻ ഒരു കാര്യം, കേരളം ഏറ്റവും കൂടുതൽ മദ്യപന്മാരുള്ള കേരളമായി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമായി മാറി. ഏറ്റവും കൂടുതൽ മദ്യപന്മാരുള്ള സംസ്ഥാനം കേരളമായി മാറി. ഏറ്റവും കൂടുതൽ കഞ്ചാവ് വിൽപ്പുന്ന കേന്ദ്രം കേരളമായി മാറി. കേരളം ഏറ്റവും വലിയ ദുർഘടാവസ്ഥയിലേക്കും ക്രമസമാധാന തകർച്ചയിലേക്ക് പോകുന്നതിന്റെ ഇടയിലാണ് ഈ മദ്യത്തിന്റെ സമയം കൊടുക്കുന്നത്. ആരാധനാലയങ്ങളിലെ മൈക്ക് 10 മണിക്ക് ഓഫ് ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്ന സർക്കാർ ബാറുകളുടെ കാര്യത്തിൽ കാണിക്കുന്ന കരുതലിലൂടെ പുറത്തു വരുന്നത് അഴിമതിയാണെന്നും തങ്കപ്പൻ പറഞ്ഞു. നമുക്കറിയാം, ഒരു അമ്പലത്തിൽ സമയം ഒരു മൈക്ക് ഉപയോഗിക്കണമെങ്കിൽ 10 മണി കഴിഞ്ഞ ഒരു ഉത്സവത്തിന്റെ സ്ഥലത്ത് ഒരു മൈക്ക് ഉപയോഗിക്കണം. 10 മണി കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യാൻ പറയുന്ന ഈ ഗവൺമെന്റ് എങ്ങനെയാണ് 12 മണി വരെ കൊടുക്കുക? ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, S രവീന്ദ്രൻ, V മോഹനൻ, MM അബ്ദുള്ള, C നിഖിൽ, മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, S സേവ്യർ, അനിൽ ബാലൻ, നഗരസഭാംഗങ്ങളായ K പ്രതിഭ, മുരളി ഇലന്തിയൻകോട്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ V ആറുമുഖൻ, D ഷിജിത് കുമാർ, പ്രബുൽ കുമാർ, HA സത്താർ, റോബിൻ R, നടരാജൻ കുന്നമുറം, MK സിദ്ധാർത്ഥൻ, ചന്ദ്രൻ യാക്കര, കാജ H ജൈലാവുദ്ദീൻ, കാജ ഹുസൈൻ, ഹക്കിം ജൈനിമേട് എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു.